എല്ലാവർക്കും കാണുമല്ലോ എന്നെ പോലെ മടി ഇങ്ങനെ കൊടുമുടി കയറി നിൽക്കുന്ന ഒരു ദിവസം. അതെ, ഇന്ന് ആ ഡേ ആണ്. ഇന്ന് എൻ്റെ അടുക്കള ഇവിടെ പുകഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നട്ടപ്പാതിരാത്രിക്ക് വിശന്നപ്പോൾ ശിവാജി നഗർ പോയി ഫുഡ് കഴിച്ചാലോ എന്നൊരാഗ്രഹം. പിന്നെ ഒട്ടും വെച്ച് താമസിപ്പിച്ചില്ല. വണ്ടി എടുത്ത് നേരെ വിട്ടു ശിവാജി നഗറിലേക്ക്. അവിടെ ചെന്നപ്പോൾ അതൊരു പൂരപ്പറമ്പിലുള്ള ആളുണ്ട്. അവിടെ എന്തോ വെറുതെ കിട്ടുന്ന മാതിരി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട്. അങ്ങനെ കുറച്ചു നേരം ആ തിക്കും തിരക്കും കണ്ട് കണ്ണും തള്ളി അന്തം വിട്ട് നിന്നുപോയി. കുറച്ച് തിരക്കൊഴിഞ്ഞ സ്ഥലത്ത് കൂടി എവിടെയെങ്കിലും ഫുഡ് കഴിക്കാൻ നല്ലൊരു സ്പോട്ട് ഉണ്ടോന്ന് തപ്പി ഞങ്ങൾ ഇങ്ങനെ നടക്കുന്ന വഴി കൂടെ തന്നെ കല്ലിന്റെ മുകളിൽ പലതരം ഇറച്ചികൾ കിടന്ന് മുരിയുന്നത് കാണാം. പക്ഷെ ആ തിക്കിലും തിരക്കിലും കാരണം അവിടെ നിന്ന് ഫുഡ് കഴിക്കുക എന്നുള്ളത് ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ലായിരുന്നു. കുറഞ്ഞതൊരു 4 തവണയെങ്കിലും ആ സ്ട്രീറ്റിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും തിക്കിലും തിരക്കിലും വിട്ട് ഞങ്ങൾ നടന്ന്. രാത്രി 2 മണിക്കുള്ള തിക്കും തിരക്കുമാണ് നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്നത്. പലതരം മസാലകളിൽ പൊതിഞ്ഞ് ചിക്കനും മീനും ഒക്കെ വറുത്ത് കോരി ഇങ്ങനെ പുറത്ത് വെച്ചിരിക്കുന്നു. പക്ഷെ ഇങ്ങനെ തുറന്നു വെച്ചിരിക്കുന്നത് കാരണം നമുക്ക് ആർക്കും അത് കണ്ടിട്ട് കഴിക്കാൻ തോന്നുന്നില്ല. കാണാൻ നല്ല ഭംഗിയായിരുന്നു, പക്ഷെ ഞങ്ങളെ കൊണ്ട് അത് കഴിക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങളുടെ ലക്ഷ്യം എത്രയും വേഗം ഒരു റെസ്റ്റോറന്റ് കണ്ടുപിടിക്കുക എന്നുള്ളതായി. അങ്ങനെ ഞങ്ങൾ അവസാനം ഒരു ഹോട്ടലിൽ കയറി. അധികം ചിന്തിച്ചിരുന്ന സമയം കളയാനൊന്നും നിന്നില്ല. നല്ല വിശപ്പായതുകൊണ്ട് 2 ബിരിയാണി അങ്ങ് ഓർഡർ ചെയ്തു. വീണ്ടും എന്തിനെന്നറിയാണ്ട് ആ തിരക്കിൽ കൂടെ ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കലായി. വഴി സൈഡിലെ ഒരു കുഞ്ഞു കടയിൽ ചെയിനൊക്കെ നല്ല വിലക്കുറവ് കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ ഒന്ന് കയറി. ഇത്രയൊക്കെ ആയപ്പത്തിനും സമയം വെളുപ്പിന് 3 മണി. പിന്നെ അധികം ആലോചിച്ച് നിന്നില്ല. വണ്ടി നേരെ വീട്ടിലേക്ക് വിട്ടു. എല്ലാവർക്കും നല്ല ഉറക്കവും വരുന്നുണ്ട്.